മാണി വിഭാഗത്തിന് പുറമെ മുസ്ലിം ലീഗുമായും സഹകരണമാകാമെന്ന സന്ദേശം നൽകി ദേശാഭിമാനി മുഖപ്രസംഗം. സഹകരിക്കാവുന്ന ഒട്ടേറെ കക്ഷികൾ UDF-ലുണ്ടെന്നും വർഗീയത ആരോപിച്ച് ആരെയും തീണ്ടാപ്പാടകലെ നിർത്തുന്നതിന് ന്യായീകരണമൊന്നുമില്ലെന്നുമാണ് മുഖപ്രസംഗത്തിലെ പരാമർശം. മുഖപ്രസംഗത്തിലെ ക്ഷണത്തോട് പ്രതികരിക്കാനില്ലെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF-ന്റെ തകർച്ചയും ഭാവി കേരളവുമെന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലാണ് പാർട്ടിയുടെ എക്കാലത്തെയും വലിയ നേതാവും സൈദ്ധാന്തികനുമായ EMS വർഗീയ കക്ഷിയെന്ന് മുദ്രകുത്തിയ മുസ്ലിം ലീഗിനെ പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നത്. മലബാറിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ശക്തിയുള്ള പ്രസ്ഥാനമാണ് ലീഗെന്ന് വിശേഷിപ്പിക്കുന്ന മുഖപ്രസംഗത്തിന്റെ അവസാന ഭാഗത്താണ് ലീഗുമായും സഹകരിക്കാവുന്നതാണെന്ന സന്ദേശമുള്ളത്. സഹകരിക്കാവുന്ന ഒട്ടേറെ കക്ഷികൾ UDF-ലുണ്ട്. വർഗീയത ആരോപിച്ച് ആരെയും തീണ്ടാപ്പാടകലെ നിർത്തുന്നതിൽ ന്യായീകരണമില്ലെന്നാണ് മുഖപ്രസംഗത്തിലെ പരാമർശം. നിയമസഭയിൽ നല്ല ഭൂരിപക്ഷമുള്ളതിനാൽ LDF ആ ചുമതലയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന വാദത്തിൽ യുക്തിയില്ലെന്നും മുഖപ്രസംഗം പറയുന്നു. ഈ യുക്തിയില്ലായ്മയുടെ പഴി മാണി സഹകരണത്തെ നഖശികാന്തം എതിർക്കുന്ന CPI-ക്കാണ്. എന്നാൽ മുഖപ്രസംഗത്തോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് തീരുമാനം. ഞാനിപ്പോൾ അതിന് അനുകൂലമായിട്ടോ പ്രതികൂലം അങ്ങനൊന്നും പറയേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ലല്ലോ. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ UDF-മായി തെറ്റുന്ന കക്ഷികൾ സംഘപരിവാർ പാളയത്തിൽ എത്താതിരിക്കാൻ ജാഗ്രതാപൂർവ്വം നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാണിയെ സഹകരിപ്പിക്കാനുള്ള നീക്കത്തിൽ പിന്നോട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് വ്യക്തമാക്കി. അതും പാർട്ടി പത്രത്തിലെ ലേഖനത്തിൽ തന്നെ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചർച്ചയിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജ്, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KN ഖാദർ, ഡെക്കാൻ ക്രോണിക്കൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ KJ ജേക്കബ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു എന്നിവരാണ് പങ്കെടുക്കുന്നത്.